യെസ് ഗൈസ്, ഞങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഞെട്ടണ്ട. ഞങ്ങള് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചോണ്ടിരിക്കാൻ നേരം അസറ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു മോന്റെ ഡയപ്പർ തീർന്നായിരുന്നു, അതായിരുന്നു മെയിൻ ഉദ്ദേശം. അപ്പോ പെട്ടെന്ന് വാ നമുക്ക് പോയി വാങ്ങിയിട്ട് വരാന്ന്. അങ്ങനെ വാങ്ങാനായിട്ട് ഞങ്ങള് തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് പോയി വാങ്ങാലോ, മൈക്കെടുക്കാനാ പോടാ കള്ള. അപ്പൊ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങാലോ എന്ന് കരുതിയിട്ട് നമ്മൾ വീട്ടിൽ ആ നിന്ന രീതിയിൽ തന്നെ നമ്മൾ പോയതാട്ടോ. അവിടെ ചെന്ന് പാമ്പേഴ്സും പെട്ടെന്ന് വാങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് 2 ദിവസം കൊണ്ട് അമ്മ ഇങ്ങനെ നമുക്ക് പുറത്ത് പോവാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഈ ആദൂനെ പുറത്ത് കൊണ്ടുപോകുന്ന ഒരു ശീലം മിക്കവാറും എല്ലാ ദിവസവും ഉള്ളത് കൊണ്ടേ. സമയം എത്രയായി? 9:40 അപ്പൊ ഇതുവരേക്കും അമ്മ എത്തിയില്ല. അമ്മയ്ക്ക് എന്തോ മീറ്റിംഗ് എന്തോ നടന്നുകൊണ്ടിരിക്കുക ഓഫീസിൽ. അപ്പൊ പറഞ്ഞു അത് തീരുമ്പോഴത്തേക്ക് നിങ്ങളെ ഞാൻ വിളിക്കാം, അപ്പോഴത്തേക്ക് നമുക്ക് ചെന്നാൽ മതി. ആദൂന് ആ വീട്ടിൽ നിന്ന് അതേ ഡ്രസ്സിലാട്ടോ ഞങ്ങള് പാമ്പി വാങ്ങിക്കാൻ പോയത്. കാരണം തൊട്ടടുത്തല്ലേ ഷോപ്പ്, അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി. ഞങ്ങളും അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഡ്രസ്സും കാര്യങ്ങളെല്ലാം പാക്ഡ് ആയിരിക്കും. അപ്പോഴേ അത് ഡ്രസ്സും മാറി. ഏയ് ദുവാ അടിക്കും ഞാൻ കേട്ടോ. എന്റെ മോന്റെ സാധനങ്ങൾ എടുത്തോണ്ടല്ലോ. ഞങ്ങളിപ്പോ മജറിനെ വെയിറ്റ് ചെയ്ത് കാറിലിരിക്കുക. ലൈറ്റ് ഓഫ് ചെയ്യണോ? ഓഫ് ചെയ്തോ ഒന്നും കാണില്ല. അത് ഓഫ് ചെയ്യണോ? ഇനി ഇപ്പൊ ഇതൊരു കളിയാ. ഒന്ന് പോയേടാ ചെക്ക. ആദൂന്റെ കഞ്ഞിയെടുത്ത് കുടിക്കുന്നത് ആരാ നോക്കിയേ? നിങ്ങളെ വീട്ടിലുണ്ടോ ഇതേ കണക്ക് കുറുമ്പത്തിയായിട്ടുള്ള പെമ്പിള്ളേര്? ശരിക്കും കുഞ്ഞു ബേബീസിന്റെ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്നാ. പക്ഷെ അവളും ചെറുതല്ലേ, പാവം. ഞാൻ ഇതൊക്കെ കണ്ണടച്ചു കൊടുക്കും. ഇത്തിരി കുടിക്കട്ടെടാ അവൻ. നീ ഫ്രൂട്ടി ഒക്കെ കുടിച്ചില്ല. അവള് ഫ്രൂട്ടി കോർണറ്റോ ഒക്കെ കഴിച്ചതാ. നാളെ ദുവാമിക്ക് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള ഡൗട്ടിലൊക്കെ നിന്ന സമയത്ത് ഇപ്പം സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നു. എന്താ വിദ്യാഭ്യാസ ബന്ധ ആണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഫങ്ഷൻ ആയിട്ട് ഒരു സ്റ്റാർട്ടിങ് കുഞ്ഞുങ്ങൾക്ക് ഒരു അവര് മറ്റേ പ്രവേശനോത്സവം പോലെ ഒരു സംഭവം, വിളക്കൊക്കെ കത്തിച്ച് ഒരു ചെറിയൊരു ഫങ്ഷൻ നടത്തിയിട്ട് നാളെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു ക്ലാസ്. പ്രോപ്പർ ക്ലാസ് തുടങ്ങുന്നത് എന്നാ 9th June ആണ്. അപ്പൊ അതുവരേക്കും ദുവാമിക്ക് പിന്നെ ലീവാ. കാരണം ഇനിയിപ്പോ പെരുന്നാളൊക്കെ വരല്ലേ, അപ്പൊ അതുകൊണ്ട് അവൾക്ക് ലീവായിരിക്കും. സോ നാളെ നമ്മൾ ലഞ്ച് കൊണ്ടുപോകണ്ട, ബുക്സ് കൊണ്ടുപോകണ്ട, ജസ്റ്റ് ഒന്ന് സ്കൂളിൽ പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് വരുന്നു, അത്രേ ഉള്ളൂ. മോനെ ദേഹത്തെല്ലാം ആവും. ഇതിന്റെ ഇടയിൽ എന്റെ വീടിന്റെ തൊട്ട് വാതിലാണ് ഞാൻ വന്ന് നിൽക്കുന്നതെന്ന് ഓർക്കണം. ഞാൻ ആദൂന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങിയത്. അസർ ജസ്റ്റ് ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരാം, കാരണം നമ്മുടെ വീടിന്റെ കുറച്ചടുത്ത് തന്നെയാണ് അമ്മയുടെ ഓഫീസ്. അങ്ങനെ അസർ വാഷ്റൂമിൽ പോയി ഞാൻ അവിടെ കാത്തിരിക്കുക. ഈ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അകത്ത് കയറായിരുന്നു. പക്ഷെ അകത്ത് കയറിയ പിന്നെ അവൻ മടിക്കും, പിന്നെ പോണ്ടെന്ന് പറയും. ഹലോ ഹലോ, ആദുന്റെ ഫുഡ് റൂട്ടീൻ വേണമെന്ന് കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. അത് ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യാം. ഹലോ, ഇതുകൊണ്ടേ വന്നു, പാപ്പി വന്നു. ഇപ്പൊ ആദുന്റെ ഇതില് ഞാൻ പാലല്ല കേട്ടോ, ഇത് കഞ്ഞിയാ. കഞ്ഞി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് അത് ഈ ഫീഡിങ് ബോട്ടിലിൽ കൊടുക്കും. ഏയ് നിന്നെ വിളിക്കുന്നേ. സ്പ്രേ ഞാൻ കണ്ടില്ലടാ, ഇവിടെ ഇല്ല. അങ്ങനെ ആസർ വന്നിരിക്കുകയാണ് ഗായ്സ്. ഇതില് 2 ലൈറ്റ് ഉണ്ടായിരുന്നല്ലേ, ഇത്ര വെട്ടം ഉണ്ടായിരുന്നല്ലേ. എന്തിനു വേണ്ടിയാന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഒറ്റ ലൈറ്റിൽ അത് ക്രോക്സ് പിന്നിട്ടാ പോരെ. നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറ കഞ്ഞിക്ക്. വിളിച്ചു അമ്മേന്ന് വിളിച്ചു വിളിച്ചു അങ്ങനെ കേൾക്കും. അങ്ങനെ വിളി. ശരി ശരി ശരി. ആരാ അതും അത്? അമ്മ. ആരാ? അമ്മ പറ. അമ്മ. അമ്മേ അമ്മേന്ന് വിളിക്കുന്നു. അത് ഊരിപ്പോയിന്ന്, അത് കേറ്റിട്ട് കൊടുക്കാം. അയ്യോ
മാഡം പിന്നെ ഒരുങ്ങിയിരിക്കും. കുഞ്ഞുസേ അയ്യോ ഊരണ്ട. അത് ഊരി കളയാന്നെങ്കിൽ പിന്നെ ഞങ്ങള് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യത്തിൽ നോക്കേ ഇവിടെ എന്താ ഉള്ളേ നോക്കേ. ശംഭുവിന്റെ വണ്ടിയാണോ അവ എത്തി നോക്കുന്നു. നിന്റെ അടുത്തല്ല. ഹേയ് ശംഭു. ആ കട കഴിഞ്ഞില്ലേ ശംഭുവിനെ എങ്ങനെയാ അവൻ വിളിക്കുന്നേ? അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. എന്ത് മന്തിയായിരുന്നു? കുഴിമന്തി. യെസ്, അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇനി ഫുള്ള് ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചേ. കാരണം നമുക്ക് അവിടുത്തെ നോയ്സും പിന്നെ മൈക്കും എടുത്തില്ല, പ്ലാൻഡ് അല്ലായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കാരണം വോയിസ് ഓവർ ചെയ്യാം. ആ സമയത്ത് ആദു അമ്മയുമായിട്ടുള്ള കളി ബഹളമാണ്. കാരണം അമ്മ അധികം മോർണിംഗ് ടൈമിലൊന്നും അവനെ കാണുന്നില്ല. അമ്മ നൈറ്റ് വരുന്ന സമയത്താണ് അവനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, പിന്നെ മോർണിംഗ് പോകുന്ന ടൈം. അപ്പോൾ നമ്മുടെ ഫുഡ് ഓരോന്നിട്ട് വരാൻ തുടങ്ങി. ഞാൻ മന്തിയിലെ ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ ഈ മന്തി, റൈസ്, ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ല. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ വീട്ടിലേക്ക്. ഇതിങ്ങനെ ഒരു വ്ലോഗ് ആക്കണമെന്ന് പ്ലാൻ ചെയ്തതല്ല, പക്ഷേ എന്നാലും ഞാൻ കുറച്ച് വിഷ്വൽസ് എപ്പോഴും എടുത്തു വെക്കും. അങ്ങനെ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴേ നല്ല മഴയുണ്ട്. ദുവാമിക്ക് ക്ലാസ് ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ എണീക്കാനായിട്ട് 9:30 ആവും കേട്ടോ. അതും ദുവായും അസറും എല്ലാം ആ സമയത്തൊക്കെ തന്നെ ആയിരിക്കും എഴുന്നേൽക്കുക. അതുകൊണ്ട് എൻ്റെ കൂടെ എൻ്റെ കുട്ടിപ്പട്ടാളംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അശ്വിൻ രാവിലെ എഴുന്നേക്കും. അശ്വിൻ രാവിലെ വന്നിട്ട് കൊഞ്ചാനും അവൻ്റെ സ്കൂൾ ഐറ്റംസൊക്കെ കാണിക്കാനൊക്കെ തുടങ്ങി. ആ സീൻസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാനൊന്ന് കോഫിയൊക്കെ കുടിച്ച് ഫ്രഷപ്പായിട്ട് വരുമ്പോഴത്തേക്കും അവരെ വിളിച്ചുണർത്താമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ലഞ്ചോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമുക്കിന്ന് വേറെ ടാസ്ക് ഒന്നുമില്ല. അപ്പം അതൊക്കെ നമുക്ക് റെഡിയായി പോയാൽ മതി. 10 o'clock നമുക്ക് അവിടെ എത്തിയാൽ മതി. രാവിലെ എന്നെ ഒറ്റയ്ക്ക് അശ്വിൻ കിട്ടിയതിൻ്റെ കൊഞ്ചൽ സീൻസാണ് കേട്ടോ ഈ കാണുന്നത്. അവൻ ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ്. ആ മൊമെൻ്റൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല, ഞാനും ഇല്ലായിരുന്നു. ഓക്കെ, ഒരു 9 o'clock ആയപ്പോഴത്തേക്കും ദുവാമിയും ഫ്രഷപ്പായിട്ട് വന്നു. ആദുവിനെ ഫ്രഷാക്കി അസർ റെഡിയാവാൻ പോയിരിക്കുന്നു. ഞാനും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള മൊമെൻറ്റ്സ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ദുവാമിയെ ഞാൻ അടിച്ചൊക്കെ എണീപ്പിച്ചതാട്ടോ. ഒരു തരത്തിൽ എണീക്കുന്നുണ്ടല്ല, മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടേ സുഖത്തിൽ അങ്ങ് കിടന്നുറങ്ങി. പിന്നെ അവളുടെ ഒരു മേക്കപ്പ് സെഷൻ, ഫസ്റ്റ് ഡേ അല്ലേ ഉമ്മി, ഞാൻ ഇത്തിരി നന്നായിട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ മേക്കപ്പ് സെഷനൊക്കെ കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഹെയർ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം, എങ്കിലേ ആൾക്കൊരു തൃപ്തി വരുള്ളൂ. പിന്നെ ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഫ്രിഞ്ചസ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പ്ലസ് അവളുടെ ഹെയറും ട്രീറ്റഡ് ഹെയർ ആണ്, അധികം കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്തൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തേക്കാണ്. പക്ഷേ എന്നാലും അത് ഈ വീണ്ടും വളർന്ന് വരുമ്പോഴത്തേക്ക് അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീണ്ടും എഗൈൻ നമ്മൾ ഈ സ്ട്രൈറ്റൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. സോ എങ്ങനെയെങ്കിലും ഇതൊന്ന് വളർത്തിയിട്ട് അത് കട്ട് ചെയ്താൽ മതി എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ. അപ്പോൾ ദുവാമിയെ റെഡിയാക്കുന്നതിൻ്റെ കൂടെ തന്നെ ആദുവിനെയും നമ്മൾ റെഡിയാക്കണമല്ലോ. അപ്പം 2 പരിപാടികളും കഴിഞ്ഞ് ദുവാമി അവളുടെ ബാഗ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ദുവാമിയുടെ ഇന്നത്തെ ലുക്ക്. ഇത് നമ്മൾ പുതിയ തന്നെ വേറൊരു ബാഗാണ് കേട്ടോ എടുത്തത്. കാരണം സ്കൂൾ ബാഗ് ഇന്ന് വെറുതെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സോ അസർ വണ്ടിയിൽ വെയിറ്റ് ചെയ്യായിരുന്നു. സ്കൂളിൽ എത്തിയപ്പോഴത്തേക്കും ചെറിയ ഒരു മഴയുടെ ഒരു ലക്ഷണമൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. ഇതാണ് മോള് പഠിക്കുന്ന സ്കൂള്, ലിറ്റിൽ ഹേർട്സ് മുള്ളുവിള, കൊല്ലം. കറക്റ്റ് ടൈം ആയപ്പോൾ തന്നെയാണ് ചെന്നത്. അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് അന്നത്തെ ഫംഗ്ഷൻ ഇനാഗുറേറ്റ് ചെയ്യുന്നത് ദുവാമിയായിരുന്നു. ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് അല്ലേ ഇങ്ങനെയുള്ള മൊമെൻറ്റ്സൊക്കെ. അവൾ പഠിക്കുന്ന സ്കൂളിൽ അന്നത്തെ ആ ഫസ്റ്റ് ഡേ അവൾ ഇനാഗുറേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്ഡാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അധിക സമയമൊന്നും അവിടെ നിൽക്കേണ്ട ആവശ്യം വന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ നമ്മൾ വിശന്ന ഒരു വഴി ആയിട്ടുണ്ടായിരുന്നു. നേരെ ഫുഡ് കഴിക്കണം, അതായിരുന്നു ഉദ്ദേശം. ദുവാമി വഴി കണ്ടവരുടെ അടുത്തൊക്കെ ഹായ് ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള മാനേജ്മെൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ദുവാമിക്ക് ഇത്രയും ക്ലാസ് മിസ്സായിട്ട് പോലും നമുക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. ദെൻ ഞങ്ങൾ നേരെ പോയത് ആനന്ദ ഭവനിലേക്കാണ്. നല്ല മസാല ദോശയും നെയ്റോസ്റ്റും ഒക്കെ കഴിക്കാനായിട്ട്.
അവിടെ പോയി ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുന്ന സമയത്തെ വേലത്തരങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും അന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല. പിന്നെ നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കാണ് പോയത്. അതുകൊണ്ട് കുറേ മൊമെൻറ്റ്സ് ഒന്നും ഈ വീഡിയോയിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വളരെ കുട്ടി ഒരു വീഡിയോ ആണ്. നേരത്തെ ഒരു ബാലൻസ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ സംഭവങ്ങളെല്ലാം മിക്സപ്പ് ചെയ്ത് ഇട്ടു. ഇതൊക്കെ എപ്പോഴും ഒരു മെമ്മറി ആയിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ. പിള്ളേരൊക്കെ വലുതാകുമ്പോൾ അവർക്ക് കാണാമല്ലോ അവരുടെ ലൈഫിലെ ഓരോ മൈൽ സ്റ്റോൺസും. പിന്നെ നമുക്കൊരു റീൽ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്ന് ആ റീലും കൂടെ എടുത്തതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കുട്ടി വ്ലോഗായിരുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഇനി ഞങ്ങൾ പോയൊന്ന് ഫ്രഷപ്പ് ആവട്ടെ. ഇനി ബാക്കി കാര്യങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം. 2 ദിവസം കൊണ്ട് ഈ വ്ളോഗുമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാനാകെ വട്ടെടുത്ത് നടക്കുക. അപ്പോൾ ഇത്തിരി റെസ്റ്റ് എടുക്കണം. എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ പോയി ചെയ്യട്ടെ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.